ഹലോ ഗായ്സ്, അങ്ങനെ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കമ്പം തേനി റൂട്ടാണ് പോകുന്നത്. അപ്പം മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 3:30 ആയിട്ടുണ്ട് രാവിലെ. നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു വൈബുണ്ട് നമുക്കിവിടെ നൈറ്റ് ഇതിലെ പാസ് ചെയ്ത് പോകാൻ. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട് ഈ സമയത്തും. ഞങ്ങളുടെ കുറച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡൊക്കെ വരും. നല്ലൊരു വ്യൂ കണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഏകദേശം ഒരു 38 കിലോമീറ്ററോടൊക്കെ നമ്മൾ തേടി ഓടിക്കും. ഇതിപ്പോൾ നമ്മൾ മെട്ടൊക്കെ കഴിഞ്ഞ് നേരെ സ്ട്രേറ്റ് റോഡാണ്. ഇപ്പോൾ നേരെ റോഡ് കണക്ട് ചെയ്ത് നമുക്ക് സ്ട്രേറ്റ് പിടിച്ചാൽ മതി. റോഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര അടിപൊളി കാണാനാണെങ്കിലും സിഗ്നൽസും തമിഴ്നാട് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും ഒന്നും പറയാനില്ല. ഭയങ്കര അടിപൊളിയാണ്. ഈ റോഡിൽ വണ്ടി പിടിച്ച് പോകുമ്പോൾ ആ ഒരു ഫീല് മനസ്സിലാവും. ഭയങ്കര ലൈറ്റിങ്ങും നമുക്ക് ഒരു റിഫ്ലക്ഷനൊക്കെ അടിക്കുമ്പോൾ ഒരു കണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ് നൈറ്റ് ടൈമിൽ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഒരു വൈകി പിടിച്ച് ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ സൈഡാക്കി അത്യാവശ്യം കടയിൽ ഭയങ്കര ലൈറ്റിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ അവിടുത്തെ ഏരിയയൊക്കെ ചുമ്മാ കുറച്ച് നേരം കണ്ട് ചായയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് തീർച്ചു. അത്യാവശ്യം ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഒരു സ്ഥലത്ത് നിർത്തി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ മാക്സിമം നിങ്ങൾ നിർത്തിയിട്ടാൽ പോകും. അതേ ഒരു പട്ടീനെ കണ്ടു. അതിങ്ങനെ അവിടെയുള്ള പട്ടിയാന്ന് തോന്നുന്നു. അതിനെല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു സ്പോട്ട് ഇതായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊരു വാട്ടർഫാൾസാണ്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 1/4-3 മണിക്കൂറോളം ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയത്. കൊടൈക്കനാൽ ടൗണിലോട്ട് ഇത് എൻട്രി ചെയ്യാൻ പോവാണ്. ഞാനിത് ആദ്യമായിട്ട് ഇവിടെ കാണുന്നതൊക്കെ ഇവിടെ കാണുന്നത് പ്രത്യേക ലൈറ്റിങ് സൺലൈറ്റ്സൊക്കെ വന്നിട്ട് ഒരു ഭയങ്കര വൈബ് തോന്നുന്നുണ്ടായിരുന്നു. ടൗണൊക്കെ ആണെങ്കിലും കാണാനൊക്കെ ഭയങ്കര രസമുണ്ടല്ലേ. അങ്ങനെ സൈഡിൽ നിന്ന് കാണാനും ആ സ്കൈയൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഫീലുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. രണ്ടാമത്തെ സ്പോട്ടായ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അത്യാവശ്യം ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ക്യാഷ് കളക്ട് ചെയ്ത് ഇപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രൻസിന് അങ്ങോട്ടേക്ക് പോവാണ്.
വരുന്നത് എന്താ കോക്കേസ് വാക്കുന്നാണ്. അങ്ങനെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക വ്യൂ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കുറച്ചങ്ങ് സൈഡിലോട്ടങ്ങ് ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അങ്ങ് സൈഡിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ഇതെല്ലാം കണ്ട്. ഈ സ്ഥലത്ത് നല്ല ടൂറിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് നേരം എല്ലാവരും അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തിലോട്ട് പോയി. കോവില് വാട്ടർഫോൾസ് അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് നേരം ചെന്നപ്പോൾ ഒരു മാപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അതിൻ്റെ റൂട്ടൊക്കെ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഡോൾഫിൻ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് നൈസായിട്ട് ഇറങ്ങി. ചിലപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടു. അതൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ അവിടെ നിന്നൊരു 2 ബ്രെഡ് ഓംപ്ലേറ്റും പിന്നെ നൂഡിൽസും കഴിച്ചു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അതോടെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴത്തോട്ട് പോയി. താഴത്തുനിന്ന് അതെല്ലാം കണ്ട് നേരെ തിരിച്ചു വന്ന് അടുത്ത സ്പോട്ടിലോട്ട് വന്ന് സൂസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ തൊട്ടുള്ളിലോട്ട് കയറി പോകണം. ഇങ്ങനെ കുറേ കടകളും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ നന്നായിട്ട് കോടയൊക്കെ കയറുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. എന്നിട്ട് പിന്നെ അവിടെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. തൊട്ടടുത്ത് തന്നെ ഒരു സ്പോട്ടിൽ വീണ്ടും നിർത്തി. അത് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അങ്ങനെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഇവിടുന്ന് അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി കാറിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വന്ന് ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അവിടെ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോയി. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവരും അറിയാവുന്ന ഗുണ കേവ് എന്ന് പറഞ്ഞ ആ സ്പോട്ടിലോട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ അതുപോലെ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം അതിൻ്റെ മേലെ കൂടെ കുറേ നേരം കയറി ഇറങ്ങി. അത്യാവശ്യം പേടിയാവും, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. ഒരു ധൈര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാരാണെങ്കിലും ഇഷ്ടംപോലെ സ്റ്റുഡൻസ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു രസമുണ്ടായിരുന്നു എല്ലാവരുടെ ആ തിരക്കും. ഒരു സൈഡിൽ കുറേ ആൾക്കാർ പാട്ട് പാടുന്നു, കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ അത്യാവശ്യം എല്ലാ സ്പോട്ടിലും പോയി അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിന്നീട് കുറേ നേരം കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നീട് പോയത്. ഞങ്ങൾ പൈൻ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. അവിടെ അത്യാവശ്യം കൊള്ളാം, അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ അത്യാവശ്യം തിരക്കും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ ശല്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അധികം നേരം അവിടെ നിന്നില്ല. അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി.
നമ്മൾ അവിടുന്ന് നേരെ ബോട്ടിംഗ് ഹൗസിലോട്ട് ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വണ്ടി പാർക്കിംഗ് ചാർജ് ഞങ്ങൾ 50 രൂപ വാങ്ങിച്ച് നേരെ എന്നിട്ട് ബോട്ടിംഗ് ഹൗസിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയി. ബോട്ടിംഗ് ഹൗസ് കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. 10-20 മിനിറ്റ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് തിരിച്ച് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു നേരെ തിരിച്ചു. നല്ല റോഡാണ്, സൈഡിലും അങ്ങനെ ഇതെല്ലാം കണ്ട് തിരിച്ച് പോരുമ്പോഴും ആ ഒരു വൈബുണ്ടായിരുന്നു. കണ്ട് ഞങ്ങൾ പോന്നു. ഇപ്പോൾ ഏകദേശം ഒരു ടൈം വൈകുന്നേരം ഒരു 5-5:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ തിരിക്കുമ്പോൾ. അടുത്തപ്പോൾ വീട് ഒരു സ്പോട്ടിൽ നിർത്തി. അതിൻ്റെ അവിടെ നിന്ന് സെറ്റായിട്ട് വീണ്ടും വണ്ടി എടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് നൈറ്റായിരുന്നു. ഫുള്ള് നൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റേ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്താറായിരുന്നു. ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തോട്ടെത്തി. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോകാമെന്ന്. അപ്പം എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.